വഴിയും സത്യവുമായവനെ നിൻ തിരുനാമം വാഴ്ത്തും. വഴിയും സത്യവുമായവനെ നിൻ തിരുനാമം വാഴ്ത്തും. പിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ. അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നും നിറവേറണമേ. പിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ. അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നും നിറവേറണമേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വചനം പ്രഘോഷിച്ച് കഴിഞ്ഞതിന് ശേഷം ഈശോ പത്രോസിനോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? മീൻ പിടിക്കാനായി ആഴങ്ങളിലേക്ക് നീക്കി വലയിറക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ് എന്നാ പറഞ്ഞത്? കർത്താവേ, രാത്രി മുഴുവനും പണിയെടുത്തിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. മത്സ്യത്തൊഴിലാളി സഹോദരൻ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവുന്ന ദുരന്തം എന്താണെന്ന്. രാത്രി മുഴുവനും പണിയെടുത്തിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. എന്താ കാര്യം എന്നറിയാവോ? ഈ രാത്രി മത്സ്യത്തൊഴിലാളികൾ സാധാരണ പണിക്ക് പോകുന്നത് ഈ സീസണിലൊക്കെ നിരോധിച്ചിരിക്കുക. പണ്ട് നിരോധനം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് രാത്രി പണിക്ക് പോകാൻ കാരണം? പകല് ഇതുപോലെ സമ്മർ സീസൺ ആകുമ്പോൾ, ഇപ്പോൾ വേനലല്ലേ, വേനൽക്കാലം ആകുമ്പോൾ വെള്ളം ചൂട് പിടിക്കും. നമ്മുടെ ചൂടിനേക്കാളും മിക്കവാറും 45 സെൻറ്റിഗ്രേഡൊക്കെയാണ് ഗലീലിയ കടലേ. നമുക്കവിടെ ചെല്ലുമ്പോൾ അറിയാം, നിന്ന് വേർത്ത മാറത്തില്ല. നമുക്ക് 32 വരുമ്പോൾ അവർക്ക് 42 ഡിഗ്രി ചൂടാണ്, കൂടുതലാണ്. ഈ വെള്ളം ചൂട് പിടിച്ച് കഴിഞ്ഞാൽ അവിടെ കുഴപ്പം എന്താ? മീനൊന്നും മുകളിൽ വരത്തില്ല. സുവിശേഷം പഠിക്കുമ്പോഴേ അതിൻ്റെ ഒരു 16 ലേബനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിറൈവ് ചെയ്ത് വന്ന ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്ന അതിൻ്റെ കാലാവസ്ഥയും അതിൻ്റെ കൾച്ചറും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ വചനം എന്തുമാത്രം ഷാർപ്പാണെന്ന് അറിയാൻ പറ്റും. ഈ വെള്ളം ചൂട് പിടിച്ചു കഴിഞ്ഞാൽ മത്സ്യങ്ങളൊന്നും മുകളിൽ വരത്തില്ല. മത്സ്യമീൻ എവിടെ പോയി നിൽക്കും? 100-300 അടി താഴെ പോയി നിൽക്കും. ഇവരൊക്കെ ഉള്ളത് ട്രോളിംഗ് നെറ്റല്ല, പെരസ്യൂ നെറ്റ്സാണ്, കോരുവലയാണ്. ദാറ്റ് മീൻസ് കടലിൻ്റെ ഭാഗം, അടിഭാഗം ഒരു 50 മീറ്റർ താഴെ പോകും. 50 മീറ്റർ താഴെയാണ് ഇതിൻ്റെ നെറ്റൊക്കെ എന്തെങ്കിലും വെയിറ്റൊക്കെ പോണത്. മുകളിൽ പൊങ്ങി കിടക്കും, വല ഇങ്ങനെ വായും പൊളിച്ചൊക്കെ കടലിൽ കിടക്കും. അതിൻ്റെ പക്ഷേ മീൻ എവിടെ വരത്തില്ല. മീൻ എവിടെ കിടക്കണത്? 300 അടി താഴ്ചയിലായിരിക്കും, തണുപ്പിൽ പോയി നിൽക്കുകയുള്ളൂ. അത് കാരണം ഇവിടെ എന്ത് ചെയ്യും? രാത്രിയാകാൻ കാത്തിരിക്കും. രാത്രിയാകുമ്പോൾ വെള്ളം തണുക്കും. ഒരു രാത്രി 12 മണി കഴിയുമ്പോൾ വെള്ളം തണുക്കും, മുകളിലെ വെള്ളം തണുക്കും. വെള്ളം തണുക്കുമ്പോൾ അടിയിലുള്ള മീനെല്ലാം കൂടി മുകളിലോട്ട് വരും. അപ്പോഴാണ് രാത്രി പണിക്ക് പോകുമ്പോൾ കിട്ടണത്. ഇപ്പോൾ അപ്പോസ്തലൻ എന്നാ പറയണത്? ലൂക്കായുടെ സുവിശേഷം 5:5 രാത്രി മുഴുവനും പണിയെടുത്തിട്ടും എന്താ കാര്യം? മുകളിലോട്ട് വരാൻ മീനില്ല. താഴെ ഉണ്ടെങ്കിലല്ലേ മേലോട്ട് വരത്തുള്ളൂ. ഇത് മീനില്ലാത്ത കടലാണ്. ഒന്നെങ്കിൽ പിടിച്ച് തീർന്ന് കാണും, വംശവർദ്ധി വന്ന് കാണും, മീനിൻ്റെ വംശവർദ്ധി വന്ന് കാണും. ചില സീസണിൽ അങ്ങനെയാണ്. അല്ലെങ്കിൽ വേറെ കടലിലേക്ക് ഈ മീൻ പോകും. രണ്ടിലൊന്നും അവിടെ സംഭവിക്കും. ഇപ്പോൾ കർത്താവിന് മുമ്പിലുള്ള എന്താ? പത്രോസിന് മുമ്പിലുള്ളത് എന്താ? വെറും വെള്ളമാണ്. ഈ വെറും വെള്ളത്തിൻ്റെ ആഴത്തിലേക്ക് നീക്കാനാണ് ഈശോ പറയണത്. പത്രോസ് പറയും, കർത്താവേ, രാത്രി മുഴുവൻ പണിയെടുത്തു, പകൽ പണിക്ക് പോയിട്ട് കിട്ടാൻ രാത്രി പോയത്. രാത്രി പോയിട്ടും പണിയില്ല. ഇവിടെ സാമ്പത്തിക കടമാണ്, രോഗമാണ്, വരുമാന മാർഗം ഒന്നുമില്ല, എൻ്റെ മുമ്പിൽ ബുദ്ധിപരമായിട്ട് ഒരു മാർഗമില്ലെന്ന് ചിന്തിക്കുന്നവർ കർത്താവിൻ്റെ ഈ വചനം കേൾക്കണം. സ്തുതിയുടെ ഹല്ലേലൂയ. ആയിരം സ്തോത്രമേയം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേയം.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും അപ്പോൾ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ബുദ്ധിക്കോ ശക്തിക്കോ സ്വാധീനത്തിനോ നമ്മളെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗവും നിൻ്റെ മുമ്പിലില്ലെന്ന് വിചാരിച്ചോ? ചില ആൾക്കാരൊക്കെ വന്ന് എന്നോട് അച്ഛാ ഹൈക്കോടതിയും തള്ളി എന്നൊക്കെ പറയും കേസ്. അപ്പോഴും ആ കേസ് നമ്മളെടുക്കും. എന്താ കാര്യം? ഇതെല്ലാ കേസിനും പിടിക്കാൻ വേണ്ടി ഒരാളുണ്ടല്ലോ ഇവിടെ, അല്ലേ? ഞാൻ പറയും വിശ്വസിക്കുക മാത്രം ചെയ്യുമെന്ന് ഈശോ പറയും. കൊച്ചു മരിച്ചു പോയെന്ന് പറയുമ്പോൾ ഈശോ എന്നാ പറയണത്? വിശ്വസിക്കുക മാത്രം ചെയ്യും. ജയരൂസിൻ്റെ വീട്ടിലോട്ട് പോകുമ്പോഴെന്താ പറയണത്? വിശ്വസിക്കുക. അവർ പറയും, തിരിച്ചവനവർ പറയും കുട്ടി മരിച്ചു, ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് പറയുമ്പോൾ കർത്താവ് പറയും വിശ്വസിക്കുക മാത്രം ചെയ്യുക. ദാറ്റ് മീൻസ് വിശ്വാസം മരിക്കാതിരുന്നാൽ മതി എന്ന കർത്താവ് പറയണത്. കൈയടിച്ച് കർത്താവ് കൊച്ചു മരിക്കട്ടെ, നിന്റെ വഴി മുട്ടട്ടെ, നിന്റെ വിശ്വാസം മരിക്കാതിരുന്നാൽ മതി എന്ന് കർത്താവ് നിന്നോട് പറയുന്നു. വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുമ്പിലെന്നവർ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുമ്പിലെന്നവർ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നതാ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കുട്ടി മരിച്ചോട്ടെ, നിന്റെ വിശ്വാസം മരിക്കാതിരുന്നാൽ മതി. അതാണ് കർത്താവിൻ്റെ നിലപാട് എല്ലാ വിഷയങ്ങളോടും. എല്ലാം തകർന്നെന്ന് പറയുമ്പോഴും തകരട്ടെ, നിന്റെ വിശ്വാസം തകരാതിരുന്നാൽ മതി എന്ന് പറയും. ഈശോ മാത്രമേ ലോകത്തോട് അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. കാര്യം അവൻ മാത്രമാണ് ദൈവം, അവൻ മാത്രമാണ് നിന്റെ വഴി. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതുപോലെ പത്രോസിനോട് പറഞ്ഞ്, പത്രോസ് പറയുന്നൊരു വാക്കുണ്ട്. പത്രോസ് എപ്പോൾ വാ വിളിച്ചാലും നിങ്ങൾ ശ്രദ്ധിക്കണം, അഭിഷിക്തൻ്റെ ഒരു അഭിഷേക അധികാരമുണ്ട്. പത്രോസ് എപ്പോൾ വാ വിളിച്ചാലും കർത്താവ് പറയാതെ പറയുന്നൊരു വാക്കുണ്ട്, ശമയോൻ ബാർച്ചോന, യോനായുടെ പുത്രനായ ശമയോനെ, ഇത് മാംസരക്തങ്ങളല്ല, നിൻ്റെ ബുദ്ധിയോ ശക്തിയോ മാനുഷികമായ അറിവോ അല്ല, പിന്നെ എന്താണ്? എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത്. രാത്രി പണിക്ക് പോയിട്ട് പണിയില്ലാത്തപ്പോഴേ, പകൽ പണിക്ക് പോയിട്ട് പണിയില്ലാത്തപ്പോഴേ, ആ കടലിൽ മീനില്ലാത്തപ്പോഴേ, ആ കടൽ വെറും ശുദ്ധമായ ചൂടുവെള്ളമായി മാറുമ്പോഴേ, അങ്ങനെ ചൂടുവെള്ളത്തിൽ എങ്ങനെ മത്സ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കണമെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്. എന്താ കർത്താവിൻ്റെ വചനം പറഞ്ഞത്? എന്താ കർത്താവിൻ്റെ വചനം പത്രോസിനോട് പറഞ്ഞത്? കർത്താവേ, രാത്രി മുഴുവൻ പണിപ്പെട്ടിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല, പക്ഷേ നീ പറഞ്ഞതുപോലെ, നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. അതാര് പറഞ്ഞു കൊടുത്തതാ? പിതാവ് പറഞ്ഞു കൊടുത്തതാ. പത്രോസിന് എപ്പോഴും ഇങ്ങനെ ഉണ്ട്. പത്രോസിന് ഒരു വെളിപാടിൻ്റെ മനുഷ്യനാണ് അങ്ങേര്. ആദ്യമേ തന്നെ അമ്മ മാതാവിനും ഉണ്ണീശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ടിനി. ഇത് എൻ്റെ ഹസ്ബൻഡും കുഞ്ഞും ബ്രദറുമാണ്. ഞാൻ എറണാകുളം വരാപ്പുഴയിൽ നിന്നും വരുന്നു. ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുത്തതും ഇവിടെ വന്നതും മെയ് 2023 എൻ്റെ ആദ്യത്തെ നിയോഗം ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് 9 വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. പല പല ഹോസ്പിറ്റലുകളിലും ഞങ്ങൾ കാണിച്ചു. ആയുർവേദം, അലോപ്പതി, ഹോമിയോ എല്ലാ മെഡിസിനുകളും എടുത്തു. IVF പോലെയുള്ള ട്രീറ്റ്മെൻറ്റുകളിലേക്ക് പോകാനുള്ള സാമ്പത്തികം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഡോക്ടറെ കാണിച്ചപ്പോൾ എനിക്കും ഹസ്ബൻഡിനും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും കുഞ്ഞുങ്ങളൊന്നും ആവുന്നുണ്ടായിരുന്നില്ല. ധ്യാനങ്ങളൊക്കെ ഒത്തിരി കൂടിയിട്ടുണ്ട്. നേർച്ചകൾ, വഴിപാടുകളൊക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ അറിയാവുന്ന ഒത്തിരി പേർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഒരു ഫലവും കണ്ടില്ല. അവസാനം നിരാശയായി ട്രീറ്റ്മെൻറ്റുകളെല്ലാം തന്നെ നിർത്തി. ദൈവത്തിൽ നിന്ന് ഒത്തിരി അകലാൻ തുടങ്ങി. പ്രാർത്ഥനകളെല്ലാം നിർത്തി തുടങ്ങി. പള്ളിയിൽ പോകാൻ താല്പര്യമില്ലാതായി.
അങ്ങനെ വളരെ നിരാശയിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് പലരും ഞങ്ങളോട് പറഞ്ഞിരുന്നു, ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ മാതാവ് അനുഗ്രഹിക്കുമെന്ന്. പക്ഷേ നമ്മൾ ഒത്തിരി നിരാശയിലായിരുന്നുകൊണ്ട് ഇവിടെ വരാനോ ഉടമ്പടി എടുക്കാനോ ഒന്നും ആ സമയത്ത് നമ്മൾ താല്പര്യം കാണിച്ചില്ല. വിശ്വാസം തന്നെ തീരെ ഉണ്ടായിരുന്നില്ല അപ്പോഴൊന്നും. പിന്നെ എപ്പോഴോ മാതാവ് തന്നെ നമ്മളെ തോന്നിപ്പിച്ച് ഇവിടെ 2023 മെയ് മാസത്തിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഇവിടെ കൃപാസനത്തിൽ വന്നു. ആ സമയത്ത് ഉടമ്പടി എടുക്കണമെന്ന് വിചാരിച്ചൊന്നും അല്ല ഞങ്ങൾ വന്നത്. ഇവിടെ വന്ന് ജസ്റ്റ് പ്രാർത്ഥിച്ച് മാതാവിനോട് അനുഗ്രഹം വാങ്ങിച്ച് പോകാൻ മാത്രമാണ് ഉദ്ദേശിച്ചാണ് വന്നത്. ഇവിടെ വന്നപ്പോൾ അന്ന് നല്ലൊരു തിരക്കുള്ളൊരു ദിവസമായിരുന്നു. ഒത്തിരി ആളുകൾ, ഒത്തിരി വിശ്വാസികൾ ഇവിടെ വരുന്നതും അതുപോലെ സാക്ഷ്യം പറയുന്നതൊക്കെ കണ്ടപ്പോൾ ഉടമ്പടി എടുക്കണമെന്ന് വിചാരിച്ച് വന്നതല്ലെങ്കിൽ കൂടിയും ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തിട്ടാണ് പോയത്. പതുക്കെ പിന്നെ പ്രാർത്ഥന ഓരോന്നായി തുടങ്ങി, പള്ളിയിൽ പോകാൻ തുടങ്ങി, സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അതുവരെ കൃപാസനം പത്രം വായിക്കുക പോലും ചെയ്യാതിരുന്ന ഞാൻ വായിക്കാൻ തുടങ്ങി, ധ്യാനങ്ങളൊക്കെ കൂടാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ മാതാവിലോട്ട് അടുത്ത് വന്നു. അതിനുശേഷം 2 തവണ ഞാനിവിടെ വന്ന് പുതുക്കിയത് എൻ്റെ വളരെ താല്പര്യത്തോടും വിശ്വാസത്തോടും കൂടി തന്നെയാണ്. പതുക്കെ മാതാവിൻ്റെ ഓരോ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു തുടങ്ങി മാതാവ്. ഒരു പ്രാർത്ഥനാ വേളയിൽ ഒരു ധ്യാനത്തിൽ ഞാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രാർത്ഥനയുടെ അവസാന ഭാഗത്ത് അച്ഛൻ പറഞ്ഞു, ഈശോ ഇറങ്ങി വന്ന് ഓരോരുത്തരെയും തൊട്ട് സൗഖ്യപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഈ നിമിഷത്തിൽ എല്ലാവരും കൈകൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ അടച്ച് കരഞ്ഞ് ഉറക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ സമയത്ത് ഞാൻ എൻ്റെ മാതാവിൻ്റെ ഉടമ്പടി ലോക്കറ്റ് 2 കൈ ഉയർത്തിപ്പിടിച്ചിട്ട് ഒരു കൈയിലോട്ട് പിടിച്ച് മാതാവിനോട് കരഞ്ഞു പറഞ്ഞു, മാതാവ്, ഇതിനു മുമ്പും ഇതുപോലെയുള്ള പ്രാർത്ഥനാ വേളകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈശോ എൻ്റെ അടുത്തുള്ള ഓരോരുത്തരെ സൗഖ്യപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്നെ ഒരിക്കലും ശ്രദ്ധിക്കുകയോ എൻ്റെ ആവശ്യങ്ങൾ ഒരിക്കലും നടത്തി തരികയോ ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ന് എനിക്ക് ഉറപ്പുണ്ട്, ഈശോ എന്നെ ഉറപ്പായിട്ടും ശ്രദ്ധിക്കും. കാരണം ഇന്ന് എൻ്റെ കയ്യിലുള്ളത്, എൻ്റെ കൂടെയുള്ളത് ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഈശോയുടെ അമ്മ തന്നെയാണ്. അതുകൊണ്ട് മാതാവ് എന്നെ സഹായിക്കണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ കരഞ്ഞ് എൻ്റെ നിയോഗങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഉടമ്പടി ലോക്കറ്റ് പിടിച്ചിരുന്ന എൻ്റെ കൈ പതുക്കെ വിറയ്ക്കാൻ തുടങ്ങി. ആദ്യം അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു ഒത്തിരി സമയം കൈ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാവാം അങ്ങനെ സംഭവിച്ചതെന്ന് വിചാരിച്ച് ആ കയ്യിൽ നിന്ന് ലോക്കറ്റ് മാറ്റി അടുത്ത കൈയിലോട്ട് പിടിച്ചു. അപ്പോൾ ആദ്യത്തെ കൈ വിറയ്ക്കുന്നത് നിൽക്കുകയും രണ്ടാമത് ലോക്കറ്റ് പിടിച്ച കൈ പിന്നെയും വിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മാതാവിൻ്റെ പ്രവർത്തനമാണ്. മാതാവ് ഏതോ ഒരു കാര്യം എൻ്റെ സാധിച്ചു തരാൻ പോവുകയാണ്, എന്നെ അനുഗ്രഹിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത്. അങ്ങനെ 9 വർഷങ്ങൾക്ക് ശേഷം ഞാൻ പ്രഗ്നൻ്റ് ആയി. അത്രയും നാളുകൾക്ക് ശേഷം ആയതുകൊണ്ടും 10-35 വയസ്സുള്ളതുകൊണ്ടും റിസ്കുകൾ പലതും ഉണ്ടാവാമായിരുന്നു. പക്ഷേ മാതാവ് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഉണ്ടാവാൻ അനുവദിച്ചില്ല. അതുപോലെ തന്നെ പലരും പറഞ്ഞിരുന്നു, ജോലിക്കൊന്നും പോവാതെ റെസ്റ്റ് എടുത്തുകൂടെ, ജോലിക്കൊക്കെ പോകുമ്പോൾ അത് ഒത്തിരി ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ പലരും പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ ഡെലിവറിയുടെ തലേന്ന് വരെ ജോലിക്ക് പോയി. ഞാനൊരു നഴ്സാണ്. തലേന്ന് വരെ ജോലിക്ക് പോയി. ഒരു കുഴപ്പവും മാതാവ് എനിക്ക് വരുത്തിയില്ല. ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ കുഞ്ഞിനെ മാതാവ് അവിടുത്തെ കൈവെള്ളയിൽ തന്നെ നോക്കിക്കോണേ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു, എനിക്ക് തന്നത് മാതാവായതുകൊണ്ട്, കുഞ്ഞിനെ തന്ന മാതാവായതുകൊണ്ട് യാതൊരു കുഴപ്പമില്ലാതെ എനിക്ക് തരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. ആ ഒരു വിശ്വാസത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു. കഴിഞ്ഞ നവംബർ 5-ന് ഒരു ആൺകുഞ്ഞിനെ എനിക്ക് മാതാവ് നൽകി. അവന് ആൺകുഞ്ഞായതുകൊണ്ട് മാതാവിൻ്റെ അപ്പൻ്റെ പേര് തന്നെയാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത്, ജോവാക്യം എന്നാണ് ഞങ്ങൾ അവനെ വിളിക്കുന്നത്. ഈ അനുഗ്രഹത്തിന് മാതാവിന് ഒരുപാട് നന്ദി. അടുത്ത എൻ്റെ ഒരു നിയോഗം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടായിരുന്നു. ഹസ്ബൻഡിന് ഇടയ്ക്ക് തൊണ്ടയിലൊരു തടസ്സം പോലെ നേരിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. ആദ്യം ഞങ്ങൾക്ക് ഇതെന്താണെന്ന് മനസ്സിലായില്ല. ഞങ്ങളത് കുഴപ്പമില്ല, ചിലപ്പോൾ കഫക്കെട്ടോ അല്ലെങ്കിൽ ആൾക്ക് മരപ്പണിയാണ്, അപ്പോൾ പൊടിയുടെ അലർജി എന്തെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ച് അത് കാര്യമാക്കിയില്ല. പക്ഷേ ആ ഒരു ബുദ്ധിമുട്ട് പിന്നെ കൂടി വന്നു. അതിനോടൊപ്പം തന്നെ തടസ്സവും അനുഭവപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചു, ചെറിയ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചു. അപ്പോൾ അവർ ചെറിയ അലർജി ആയിരിക്കും, കഫക്കെട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് മരുന്നുകളൊക്കെ തന്നു. പക്ഷേ അതുകൊണ്ടൊന്നും മാറാതായി. സ്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പേടിയായിരുന്നു. ഇനി എന്തെങ്കിലും കേൾക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും കേട്ടാലോ എന്ന് വിചാരിച്ച് പേടിയായിരുന്നു. അവസാനം ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ അതെന്താണെന്ന് കൂടി എനിക്ക് അറിയണ്ട, മാതാവ് അത് മാറ്റി തരണേന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഹസ്ബൻഡിന് ആ ഒരു ബുദ്ധിമുട്ട് തീരെ തന്നെ ഇല്ല. ശ്വാസമുട്ടോ ആ തൊണ്ടയിലെ തടസ്സം ഒട്ടും തന്നെ ഇല്ല. അതിന് മാതാവിനോട് ഉണ്ണീശോയ്ക്ക് ഒരുപാട് നന്ദി. എൻ്റെ അടുത്തൊരു നിയോഗം എൻ്റെ ബ്രദറിന് വേണ്ടിയിട്ടായിരുന്നു. അവൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചിരിക്കുന്നത്. പക്ഷേ പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അവന് അതിൻ്റെ ട്രെയിനിങ്ങിനോ ജോലിക്കോ പോകാൻ സാധിക്കാത്ത വിധം കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. എൻ്റെ അമ്മയ്ക്ക് വയ്യാണ്ടാവുകയും അമ്മയെ നോക്കാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് അവന് കൂടെ നിൽക്കേണ്ടി വരികയൊക്കെ ചെയ്തു.
അതുകൊണ്ട് തന്നെ ആ ജോലിക്ക് പോകാൻ പിന്നെ അവന് പറ്റിയില്ല. അവൻ ഒത്തിരി ജോലികൾ അന്വേഷിച്ചു, പക്ഷെ ഒന്നും തന്നെ അവന് സ്ഥിരമായിട്ട് അതിനകത്ത് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓരോരോ തടസ്സങ്ങൾ കൊണ്ട് അതെല്ലാം നഷ്ടപ്പെടുമായിരുന്നു. അവൻ്റെ സമപ്രായക്കാർ ജോലി ചെയ്ത് കുടുംബം നോക്കുകയും അവരുടെ ആവശ്യങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ അവന് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം അവനുണ്ടായിരുന്നു. മറ്റുള്ളവരെന്താ ജോലി എന്നൊക്കെ ചോദിക്കുമ്പോൾ അവന് വളരെയേറെ വിഷമമുണ്ടായിരുന്നു പറയാനായിട്ട്. അവസാനം നിയോഗത്തിൽ ഞാൻ മാതാവിനോട് വെച്ച് പ്രാർത്ഥിച്ചപ്പോഴും എംപ്ലോയ്മെൻറ്റ് വഴി കോൺട്രാക്റ്റ് ബേസിൽ അവന് വാട്ടർ അതോറിറ്റിയിൽ ഒരു ജോലി കിട്ടി. ഇപ്പോൾ അവൻ്റെ കോൺട്രാക്റ്റ് കഴിയുകയാണ്. പക്ഷേ അവന് അവിടെ തുടർന്ന് പോകാനായിട്ട് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവനിപ്പോൾ ഇപ്പോഴും അവിടെ നിന്ന് തുടർന്ന് പോകാനായിട്ട് സാധിച്ചു. അതുപോലെ ഒത്തിരി അനുഗ്രഹങ്ങൾ, ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്ക് നേരിട്ട് തന്നിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിന് 2 വർഷത്തോളം ജോലി ഇല്ലാതിരിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. പൊടിയിൽ നിന്നുള്ള അലർജിയൊക്കെ കാരണം അതിൽ നിന്ന് വിട്ടുനിന്ന് മറ്റു ജോലികളൊന്നും ചെയ്യാൻ പറ്റാണ്ട് 2 വർഷത്തോളം ജോലി ഇല്ലാണ്ടിരുന്ന അവസ്ഥയിൽ ഒരു തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാതാവ് ഞങ്ങളെ അറിയിച്ചിട്ടില്ല. ഓരോ കാര്യങ്ങളും നടക്കേണ്ട സമയത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പൈസയുടെ കാര്യങ്ങളാണെങ്കിലും എല്ലാം മാതാവ് ഞങ്ങൾക്ക് നടത്തി തന്നിട്ടുണ്ട്. ഞങ്ങൾ തന്നെ പലപ്പോഴും ആശ്ചര്യപ്പെട്ടു പോയിട്ടുണ്ട്. മാതാവ് അതാത് സമയങ്ങളിൽ ആ പൈസയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കറക്റ്റ് സമയങ്ങളിൽ നടത്തി തന്നു. ഇത്രയേറെ അനുഗ്രഹങ്ങളും സഹായങ്ങളും ചെയ്ത മാതാവിനും ഉണ്ണീശോയ്ക്കും 1000 നന്ദി. ഞാൻ ഇവിടെ ഇടയ്ക്കൊക്കെ വന്ന് കൃപാസനം പത്രമൊക്കെ മേടിച്ചുകൊണ്ട് പോയി പലർക്കും കൊടുക്കാറുണ്ട്. നമ്മുടെ അനുഭവങ്ങളെല്ലാം അവരോട് പങ്കുവെക്കാറുണ്ട്. ഈ കൃപാസനം പത്രത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, ആദ്യമൊക്കെ എനിക്കിത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നേരിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഭയങ്കര ഒരു നാണക്കേട്, ഒരു ചമ്മലൊക്കെ ആയിരുന്നു മറ്റുള്ളവരുടെ കൈ കൊടുക്കാനായിട്ട്. അപ്പോൾ ആദ്യ തവണയൊക്കെ ഞാൻ വല്ലയിടത്തും വെച്ച് ആയിട്ട് പോകുമായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, ഓരോരുത്തർക്ക് നേരിട്ട് കൊടുക്കണമെന്ന്. അപ്പോഴും നമ്മുടെ ഉള്ളിലൊരു ആ ഒരു ചമ്മലും എന്തോ ഒരു നാണക്കേട്, അറിയത്തില്ല, നേരിട്ട് കൊടുക്കാനുള്ളൊരു മടി. അതുകൊണ്ട് ഞാനത് നമ്മുടെ ഇടവകയിലല്ല മറ്റുള്ള ഇടവകകളിലൊക്കെ പോയി ഓരോരുത്തർക്ക് നേരിട്ട് കൊടുക്കാൻ തുടങ്ങി. ഒരിക്കൽ ഞാൻ വിചാരിച്ചു, മാതാവ് എങ്ങനെയാണെങ്കിലും ഇത് എൻ്റെ ഇടവകയിൽ തന്നെ എനിക്ക് കൊണ്ടുപോയി കൊടുക്കണം, അതിനെനിക്ക് എങ്ങനെയും സാധിച്ചു തരണം. ഞാൻ പ്രാർത്ഥിച്ച് 2ഉം കൽപ്പിച്ച് ഞാൻ ഒരു ദിവസം പത്രമായിട്ട് ഞങ്ങളുടെ പള്ളിയിൽ തന്നെ പോയി. കുർബാന തീരാറായപ്പോൾ അത് കൊടുക്കേണ്ട നേരമായപ്പോഴേക്കും എൻ്റെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. എനിക്ക് പതുക്കെ നാണക്കേട് വന്നോട് ഞാൻ എങ്ങനെ മറ്റുള്ളവരെ ഫേസ് ചെയ്ത് കൊടുക്കും, എന്നെ അറിയുന്നവരാണല്ലോ ഇവിടെ ഉള്ളവരെല്ലാം എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. ഞാൻ മാതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചു അതൊന്ന് മാറി കിട്ടാൻ വേണ്ടി. അപ്പോൾ മാതാവ് എന്നെ എൻ്റെ നിയോഗങ്ങളെ ഓർമ്മിപ്പിച്ച് തന്നു. എൻ്റെ ഓരോ നിയോഗങ്ങളെ ഞാൻ ഓർത്തപ്പോൾ എൻ്റെ എല്ലാ നാണക്കേടുകളും മാറി. ഞാൻ നേരിട്ട് ഇറങ്ങി എല്ലാവർക്കും അന്ന് കൊണ്ടുപോയി എല്ലാ പത്രവും ഞാൻ എല്ലാവർക്കും കൊടുത്തു. അത് മാതാവ് തോന്നിച്ച് എനിക്ക് ചെയ്താണ്. ഒരുപാട് നന്ദിയുണ്ട് അതിന്. എൻ്റെ പേര് അമൽ മേരി. ഞാൻ എടപ്പള്ളി എറണാകുളത്തു നിന്നാണ് വരുന്നത്. ഞാനൊരു ഡെൻറ്റിസ്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2023 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് 2024 എനിക്ക് സാക്ഷ്യം പറയാനുള്ള ഭാഗ്യം മാതാവ് തന്നു. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. എൻ്റെ ഈ സാക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞത്, മാതാവേ എനിക്ക് കാനഡയ്ക്ക് ഒരു PR നൽകണമെന്നായിരുന്നു. പക്ഷേ ആദ്യം ഞാൻ ഉടമ്പടി എടുത്തപ്പം ആദ്യത്തെ 3 മാസം അത് കറക്റ്റ് ചെയ്യുകയും പിന്നീട് അത് ഉഴപ്പുകയും ചെയ്തു. അങ്ങനെ 2024 ഞാൻ 2ാമത് ഉടമ്പടി പുതുക്കാൻ വന്നപ്പം അച്ഛൻ്റെ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മുടെ ഉടമ്പടി പുതുക്കുമ്പം നമ്മൾ ഉഴപ്പുന്നതനുസരിച്ച് നമ്മുടെ ഉടമ്പടി ഫലമില്ലാതായി പോവും. അപ്പോൾ അത് എത്രമാത്രം നമ്മൾ താല്പര്യത്തോടെ ചെയ്യുമോ അതനുസരിച്ചായിരിക്കും നമുക്ക് ഫലം ഉണ്ടാവുക. അപ്പോൾ അന്ന് അച്ഛൻ്റെ ക്ലാസ് കേട്ടു, നമ്മുടെ പ്രാർത്ഥനയ്ക്കൊന്നും ഫലം കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഈശോ നമുക്ക് പട്ടിക്കാട്ടത്തിൻ്റെ വിലയാണ് തരുന്നതെന്ന്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ പ്രാർത്ഥനയിലുള്ള കുറവാണെന്ന്. അപ്പോൾ ഞാൻ മാതാവിനോട് ഈശോയോട് മാപ്പ് പറഞ്ഞിട്ട് ഉടമ്പടി പുതുക്കുകയും എൻ്റെ ഉടമ്പടി ജീവിതം ഒന്നും കൂടെ വൃത്തിയായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ഫെബ്രുവരിയിൽ തന്നെ എനിക്ക് ഒൻറ്റാരിയോയുടെ നോമിനേഷൻ കിട്ടുകയും തുടർന്ന് അങ്ങോട്ട് ഞാൻ ഉടമ്പടി പുതുക്കി കഴിയുമ്പം ഞാൻ ആദ്യം തന്നെ ചെയ്യുന്ന കാര്യം, ഉടമ്പടി എന്നാണോ കഴിയുന്ന ഡേറ്റ് അത് ഞാൻ മാർക്ക് ചെയ്ത് വെക്കും. ആ 90 ദിവസം 90 ദിവസം കഴിയുമ്പോൾ ഞാൻ വീണ്ടും വരും ഉടമ്പടി പുതുക്കാൻ. ഉടമ്പടി ആയിരിക്കുന്ന ആ ദിവസങ്ങളിലല്ലാതെ ഉടമ്പടി തീർന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. അപ്പോൾ ഉടമ്പടി എടുക്കുന്ന അന്ന് തന്നെ ഞാൻ തീരുന്ന ദിവസം നോട്ട് ചെയ്ത് വീണ്ടും ഇവിടെ വരും. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് കാനഡയുടെ PR പേപ്പർ വർക്ക്സ് എല്ലാം എത്രയും വേഗം ചെയ്ത് തീർക്കാൻ പറ്റി. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും അച്ഛൻ്റെ രാവിലത്തെ 5:30 ക്ലാസ്സിൽ ഡെയിലി ബ്ലെസ്സിങ്ങിൽ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചൊവ്വാഴ്ചകളിലെ പ്രാർത്ഥനകളെല്ലാം ധ്യാന ക്ലാസ്സെല്ലാം മുടങ്ങാതെ കേൾക്കുകയും ബുധനാഴ്ചകളിലെ ഉപവാസത്തിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എല്ലാ മാസവും ഞാനിവിടെ വന്ന് പത്രം കളക്ട് ചെയ്ത് അത് വിതരണം ചെയ്യും. അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, മാർച്ച് 7, 2025 മുന്നേ
എനിക്ക് എൻ്റെ PR സാങ്ഷനായി കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ഞാൻ ഇങ്ങനെ ജനുവരി വന്ന് പോകാൻ നേരത്തെ മാതാവിനോട് പറഞ്ഞു. അതിൻ്റെ ഫലമായി മാർച്ച് 7 ഞാൻ പറഞ്ഞ ഡേറ്റ് മാതാവ് ഒരു മാസം മുന്നേ ഫെബ്രുവരി 7 ആയപ്പോഴേക്കും എനിക്ക് എൻ്റെ PR സാങ്ഷനായി കിട്ടി. ഇന്നലെ എനിക്ക് എൻ്റെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്തത് വന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു എനിക്ക് എപ്പോഴാണോ എനിക്ക് പാസ്പോർട്ട് കിട്ടും ഞാൻ അപ്പം തന്നെ ഇവിടെ വന്ന് പറയൂന്ന്. ഇന്നലെ വൈകുന്നേരം 6:30 ആയപ്പോഴാണ് എനിക്കെൻ്റെ പാസ്പോർട്ട് കൈ കിട്ടിയത്. ഞാനിന്ന് രാവിലെ തന്നെ ഇവിടെ വന്നു. മാതാവിന് ഒത്തിരി നന്ദി. അതുപോലെ തന്നെ എനിക്ക് രണ്ടാമതൊരു അനുഗ്രഹം പറയാനുള്ളത്, കഴിഞ്ഞ കൊല്ലം ഈ പേപ്പർ വർക്കിൻ്റെ ടെൻഷൻ്റെ ഇടയിലൊക്കെ ഓടുന്ന സമയത്ത് ഞാൻ ആരോടും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ലെഫ്റ്റ് ബ്രസ്റ്റിന് ഒരു മുഴയുണ്ടായിരുന്നു. അത് ഡോക്ടറെ കാണിച്ചപ്പം ക്യാൻസറസ് ആണോ ഡൗട്ടുണ്ട്. എൻ്റെ ഫാമിലിയിൽ ഓൾറെഡി ക്യാൻസറിൻ്റെ ഹിസ്റ്ററി ഉള്ളതാണ്. അങ്ങനെ ഡോക്ടർ പറഞ്ഞു എനിക്ക് മാമോഗ്രാം ചെയ്യാനുള്ള പ്രായമാവാത്തതുകൊണ്ട് നമുക്ക് അൾട്രാസോണോഗ്രഫി ചെയ്യാമെന്ന് പറഞ്ഞു. അത് ചെയ്തപ്പം അത് എൻ്റെ ബ്രസ്റ്റിൽ ചെറിയ മുഴയുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് മാമോഗ്രാം വേണം, മസ്റ്റാണ്, കൺഫേം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് വേറെ എൻ്റെ ഫാമിലിയിലും ആരോടും പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ ചിലപ്പോൾ ഈ ക്ലാസ് ഞാനിന്ന് പറയുന്നത് കേൾക്കുമ്പോഴായിരിക്കും അവരൊക്കെ അറിയുന്നത് തന്നെ. എൻ്റെ ഹസ്ബൻഡിനെ അറിയാമായിരുന്നു. അങ്ങനെ ഒത്തിരി വിഷമം പിടിച്ച ഒരു കൊല്ലമായിരുന്നു കഴിഞ്ഞ കൊല്ലം. പേപ്പർ വർക്കും അതിൻ്റെ കൂടെ ഇങ്ങനെയൊരു ബുദ്ധിമുട്ടും. മാമോഗ്രാമിന് ഡേറ്റ് കിട്ടി. ഞാൻ ഈ സമയത്തൊക്കെ ഡെയിലി അച്ഛൻ്റെ ക്ലാസ് കേൾക്കുകയും എൻ്റെ പ്രാർത്ഥനകൾ കറക്റ്റ് ചെയ്യുകയും കുർബാനകൾ മുടക്കം കൂടാതെ പോവുകയും ചെയ്യുമായിരുന്നു. ഞാൻ പ്രാർത്ഥന ചെയ്യുന്ന സമയത്തൊക്കെ ഉടമ്പടി മുഴയുള്ള ഭാഗത്ത് തേച്ച് പ്രാർത്ഥിക്കും. ഞാൻ മാമോഗ്രാമിൻ്റെ ടെസ്റ്റിന് പോയി. റിസൾട്ട് വന്നു. ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു ഇയാൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ മനുഷ്യന്മാർക്കൊക്കെ എവിടെയെങ്കിലും അറിയാത്ത ചെറിയ മുഴകളൊക്കെ ഉണ്ടാവും, അതെല്ലാം ക്യാൻസറസ് അല്ല. ഒരു ഡോക്ടറായിട്ട് പോലും ഞാനൊരു ചെറിയ മുഴ കണ്ടപ്പോഴേക്കും ഞാൻ പേടിച്ച് പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പേടിക്കണ്ട, ഇതല്ല, ഇയാളുടെ ഫാമിലിയിൽ അങ്ങനെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഇയാൾക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല, ഇത് തനിയെ പോകുന്ന ഒരു മുഴ മാത്രമാണ്. എനിക്കിങ്ങനെ ഒരു അനുഗ്രഹം തന്ന മാതാവിന് ഈശോയ്ക്കും ഒത്തിരി നന്ദി. ഞാൻ ഉടമ്പടിയിലായിരിക്കുമ്പോൾ എൻ്റെ ജീവിതം ഞാൻ എങ്ങനെ പുനഃക്രമീകരിച്ചെന്ന് ചോദിച്ചാൽ, ഞാൻ ഒരു ദിവസം പോലും മുടങ്ങാതെ വിശുദ്ധ കുർബാനയ്ക്ക് പോകും. രാവിലത്തെ പ്രാർത്ഥനകളെല്ലാം കറക്റ്റ് ചെയ്യും. ബൈബിൾ വായിക്കും. ബൈബിൾ വായിക്കുന്നത് ഒറ്റ ഇരിപ്പിനെ വായിക്കുകയല്ല, രാവിലെ കുറച്ച് നേരം, ഉച്ചയ്ക്ക് കുറച്ച് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പം അതുപോലെയൊക്കെയാണ് ഞാൻ വായിക്കുക. അതുപോലെ എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ വിഷമങ്ങളോ വരുമ്പം ഓരോ സാഹചര്യങ്ങളനുസരിച്ചാണ് ഞാൻ വചനം ചെല്ലുന്നത്. ഇപ്പോൾ എനിക്ക് ഒരു വിഷമം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യത്തിന് തടസ്സം പോലെ തോന്നുവാണെങ്കിൽ ഞാൻ ഉടനെ പ്രാർത്ഥിക്കുന്നത് ദൈവമേ നെഗേബിലെ ജലപ്രവാഹങ്ങൾ എന്ന പോലെ എൻ്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ, ഈ വചനം ചെല്ലും. പിന്നെ എന്തെങ്കിലും എനിക്ക് പേപ്പർ വർക്കിൻ്റെ തടസ്സങ്ങളൊക്കെ വരുവാണെങ്കിൽ ഞാൻ പറയും ഏഷ്യ 45:2 ചെല്ലും. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചിൽവാത് തറക്കുകയും ഇരുമ്പോടമ്പല ഓടിക്കുകയും ചെയ്യും. പിന്നെ എനിക്ക് എന്തെങ്കിലും പ്രാർത്ഥനയിൽ എനിക്ക് വിശ്വാസക്കുറവ് വന്ന ഉടനെ ഞാൻ ചെല്ലും. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചാൽ ഭാഗ്യവതി. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എപ്പോഴും ഉടമ്പടിയിലായിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ 90 ദിവസത്തെ ഉടമ്പടി കഴിഞ്ഞു എന്ന് വിചാരിച്ച് നിങ്ങളവിടെ വെച്ച് നിർത്തരുത്. എന്നാണോ നിങ്ങളുടെ ഉടമ്പടി തീരുന്നത്, നിങ്ങൾക്കിവിടെ വരാൻ പറ്റുമെങ്കിൽ അപ്പോൾ തന്നെ ഇവിടെ വരിക, അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്ന ഈശോയ്ക്കും അതാണ് ഒത്തിരി നന്ദി. എല്ലാ മാസവും ഞാൻ മുടങ്ങാതെ കുമ്പസാരിക്കും. ഒരു മാസത്തിലൊരിക്കൽ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞാൻ സാമ്പത്തിക സഹായം കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം. പിന്നെ ഏതെങ്കിലും പേഷ്യൻസിന് ക്ലിനിക്കിൽ വന്ന് എന്നെ കാണാൻ പറ്റില്ലെങ്കിൽ ഞാൻ അവരെ പോയി കാണും, ഫ്രീ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. എൻ്റെ പേര് സുനിത. ഞാൻ 2 വർഷമായിട്ട് ഞാൻ ഗൾഫിന് പോകാനായിട്ട് ഒരുങ്ങുന്നു. ഓരോരോ തടസ്സങ്ങൾ വന്നങ്ങനെ ഞാനിവിടെ വന്ന് 22/3/2024 ഞാൻ ഉടമ്പടി എടുത്ത് 45 ദിവസത്തിനുള്ളിൽ ഞാൻ കുവൈറ്റിന് ഞാൻ പോയി. അങ്ങനെ മാതാവ് എനിക്ക് അങ്ങനെ ഒരു നന്മ ചെയ്തു. ആ 45 ദിവസത്തിനുള്ളിൽ ഞാൻ ഒരുപാട് തടസ്സങ്ങൾ എനിക്ക് വന്നു, ഒരുപാട് തടസ്സങ്ങൾ. ആദ്യം എനിക്ക് മെഡിക്കലിന് വേണ്ടി ഞാൻ ആദ്യം പോയി. മെഡിക്കലിന് എനിക്ക് ഫെയിലായി. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാൻ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം ഞാൻ മെഡിക്കലിന് പോയി. മെഡിക്കൽ ഫിറ്റായി. ആ കടമ്പയും കഴിഞ്ഞ് അത് കഴിഞ്ഞ് സാമ്പത്തികം ഞാൻ ഒത്തിരി വിഷമിച്ച് ഞാൻ ആ സാമ്പത്തികത്തിന് വേണ്ടി. അപ്പോൾ എനിക്കൊരു ലോണ് ശരിയായി. അതൊരു ചിട്ടിയായിരുന്നു. ആ ചിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ സിനിമയിലേ കണ്ടിട്ടുള്ളൂ. ഞാനങ്ങനെ ഒരു ലേലം വിളിക്കുക എന്നുള്ളത്. ആ ചിട്ടിക്ക് ഒരു 40 പേരുണ്ട് ആ ചിട്ടിയിൽ. ആ 40 പേരിൽ ഒരു 7 പേര് വന്നു ചിട്ടിയിൽ. ആ ചിട്ടി നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ആ ഉപ്പ് അവിടെ ഇട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക്
എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എനിക്ക് വേറെ ഒരു വഴിയില്ലായിരുന്നു. ഞാനൊന്ന് പ്രാർത്ഥിച്ച് അന്നേരം തന്നെ ആ ചിട്ടി നടത്തുന്ന ആ പുള്ളി ഇതുപോലെ ഇങ്ങനെ ലേലം വിളിച്ച് ഒരു അരമണിക്കൂർ ആ ലേലം ഇങ്ങനെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ തന്നെ ആ ലേലം വിളിക്കാൻ വന്നവരൊറ്റ ആരും മിണ്ടാതെ നിന്നു. അന്നേരം തന്നെ അവരാ പറഞ്ഞ് ലേലം ഉറപ്പിച്ചു, സുനിലിൻ്റെ പേരിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഉറപ്പിച്ചു. അന്നേരം അങ്ങനെ മാതാവ് അങ്ങ് എന്നാൽ വലിയൊരു നന്മ ചെയ്തു. അതും കഴിഞ്ഞിട്ട് എല്ലാം ശരിയായെന്ന് വിചാരിച്ച് ഞാൻ സമാധാനപ്പെട്ടിരുന്ന ആ സമയങ്ങളിൽ എനിക്ക് PCCയുടെ ഡേറ്റ് കഴിഞ്ഞു. PCC നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു 2-3 അല്ല 1 മാസമായാലും പിടിക്കും. പക്ഷേ എനിക്ക് ആ 1 മാസം എന്ന് പറയുന്നത് ഞാൻ ആ ഓൺലൈനിൽ അത് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം നേരെ പാസ്പോർട്ട് ഓഫീസിൽ ചെന്ന് അവിടെ 9:30 ആകുമ്പോൾ അവിടെ ചെല്ലണം. 9:30 ആകുമ്പോൾ ചെന്നെങ്കിൽ മാത്രമേ ഇവർ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ആ ചെന്ന സമയത്ത് അവിടെ ഒരു പ്രിൻ്റ് വേണമായിരുന്നു. അതെനിക്കറിയില്ല അന്ന് പ്രിൻ്റ് വേണമെന്നുള്ളത്. ആ പ്രിൻ്റ് എനിക്ക് പെട്ടെന്ന് തന്നെ ഞാൻ ഇത് അക്ഷയെ വിളിച്ച് പറഞ്ഞു 10 മണിക്കേ വരത്തുള്ളൂ ചേച്ചിന്ന്. ഞാൻ തിരിച്ച് ഇവിടെ പറഞ്ഞു, ചേച്ചി അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, 9:30 ആകുമ്പോൾ ഇവിടെ വന്നാൽ അല്ല ഞങ്ങൾ റിജക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഉപ്പിട്ടപ്പോൾ അവിടെ ഇരുന്ന് മറ്റുള്ളവരൊന്നും ഞാൻ നോക്കിയില്ല. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അപ്പം തന്നെ എനിക്ക് അവിടെ നിന്ന് ആ മെയിൽ എനിക്ക് അവിടെ നിന്ന് അയച്ചു തന്നു. ഞാൻ 10 മണിയായി ഞാനവിടെ കയറി വന്നു. പെട്ടെന്ന് തന്നെ ആ ഭാഗ്യത്തിന് ആ മേഡം എൻ്റെ ആ പേപ്പർ മേടിച്ചിട്ട് പെട്ടെന്ന് ഒരു 5 മിനിറ്റിനുള്ളിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തി ഞാൻ അവിടെ നിന്ന് പോരുവാനായിട്ട് സാധിച്ചു. അതും എല്ലാം കഴിഞ്ഞ് ഞാൻ സമാധാനമായല്ലോ എന്ന് വിചാരിച്ച് എല്ലാം പൈസ കൊടുത്തു. അപ്പോൾ എനിക്ക് 31-ാം തീയതി 1-ാം തീയതിയാണ് എനിക്ക് ടിക്കറ്റെല്ലാം ഓക്കെ ആക്കിയത്. പക്ഷേ എനിക്ക് 30-ാം തീയതി ഞാൻ പൈസ അയച്ചു കൊടുത്തു. 31-ാം തീയതി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ഞാനിവിടെ സാക്ഷ്യം പറയാൻ 31-ാം തീയതി വരാനായിട്ട് ഇരുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനൊരു സംഭവമുണ്ട്, പൈസ കിട്ടിയില്ല. അപ്പം തന്നെ ഞാനിവിടെ വന്ന് ഞാൻ എൻ്റെ പിള്ളേരും കൂടി ഇവിടെ വന്ന് അച്ഛനോട് പറഞ്ഞ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ വിശ്വാസ പ്രമാണം 33 തവണ ചൊല്ലി പ്രാർത്ഥിച്ച് അതുപോലെ എനിക്ക് സങ്കടം. ഞാൻ കൊടുത്ത പൈസ കിട്ടിയില്ല. ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ച് അച്ഛൻ പറഞ്ഞു ഉടമ്പടി മുടക്കരുത് എന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം രാവിലെ ബാങ്കിൽ ചെന്ന് ഒരൊറ്റ നമ്പറിലാണ് മാറിപ്പോയിട്ട് അത് തിരിച്ച് നമ്മുടെ അക്കൗണ്ടിൽ തന്നെ വന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അത് കഴിഞ്ഞ് 1-ാം തീയതി പോകാൻ പറ്റിയില്ല. പിന്നെ 5-ാം തീയതിയാണ് ഞാൻ ഇവിടുന്ന് പോയി ഗൾഫിന് ഞാൻ കുവൈറ്റിൽ ചെന്ന് സന്തോഷമായിട്ട് ജോലി കയറി. അത് കഴിഞ്ഞ് എൻ്റെ കുഞ്ഞിന് പഠിക്കാനായിട്ട് ഗവൺമെൻറ്റിൽ കിട്ടണമെന്ന് ഞാൻ എഴുതി വെച്ചപ്പോൾ ഞാൻ എഴുതിയത് ഇങ്ങനെയാണ്, എനിക്ക് ഗവൺമെൻറ്റിൽ തന്നെ കിട്ടണം, എത്ര താമസിച്ചാലും എനിക്ക് ഗവൺമെൻറ്റിൽ കിട്ടണം. അവിടെ ചെല്ലുന്ന സാഹചര്യങ്ങളും കൂട്ടത്തിൽ പഠിക്കുന്ന ഫ്രണ്ട്സുകളാണേലും അല്ലാതെ നമ്മുടെ ടീച്ചേഴ്സ് അവിടുത്തെ സ്ഥാപനം അതെല്ലാം നമുക്ക് അനുകൂലമായിട്ട് ആവണമെന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അത് ഞാൻ എന്നിട്ട് പ്രൈവറ്റ് വിട്ട് ഞാൻ ഒരു 2 മാസം ഞാൻ പ്രൈവറ്റ് വിട്ട്. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. 6 മാസം ഇരുന്നതിന് ശേഷമാണ് ഞാൻ വിട്ടത് റേഡിയോളജി പഠിക്കാനായിട്ട്. അതെല്ലാം കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഗവൺമെൻറ് കിട്ടി. എല്ലാം ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ എനിക്ക് എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കാൻ പോകാനായിട്ട് എനിക്ക് സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായി. എൻ്റെ ജീവിതം തന്നെ മാറിയെന്ന് പറയാം. ഞാൻ ഇനി ഈ നാളെ എൻ്റെ 2ാമത് കുവൈറ്റിൽ പോകാനായിട്ട് എനിക്ക് മെഡിക്കലാണ്. ഈ അടുത്ത മാസം തന്നെ ഞാൻ കയറിപ്പോവുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരുപാട് പേർക്ക് ഞാൻ പ്രാർത്ഥിച്ച് ഇവിടെ ഞാനൊരു ഹിന്ദുവാണ്, എന്നാലും ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കും. എനിക്ക് എങ്ങനെ അത് കിട്ടിയെന്ന് പോലും എനിക്ക് തന്നെ അറിയത്തില്ല. എല്ലാവരും എൻ്റെ ഫ്രണ്ട്സുകൾ എൻ്റെ റിലേറ്റീവ് എല്ലാം എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുകയും എനിക്കറിയില്ല ഞാൻ പ്രാർത്ഥിക്കും. പക്ഷേ പണ്ടൊക്കെ എനിക്ക് നാണമൊക്കെ ആയിരുന്നു, പേടി, അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെയുള്ള ഒരു ഇതുമില്ല. ഏത് കൊലപാതകത്തിലേക്ക് വിളിച്ചാലും അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അതുപോലെ ഞാൻ പ്രാർത്ഥിച്ച് അവർക്ക് ഞാൻ കാരണം ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്, ഇന്നും വന്നിട്ടുണ്ട് ഇവിടെ പുതിയതായിട്ട് ഉടമ്പടി എടുക്കാനായിട്ട്. ഒരുപാട് പേര് ഞാൻ കാരണം അത് നമുക്ക് ജീവിതത്തിലാണ് സന്തോഷവും സമാധാനം എല്ലാം. സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിയായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. മാതാവ് ഞങ്ങൾക്ക് ഒരുപാട് നന്മകൾ ചെയ്ത് ദൈവത്തിന് 100 നന്ദി.